രാജ്യത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ആശങ്ക അറിയിച്ച CBCI ആക്രമണങ്ങളെപ്പറ്റി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി സംസാരിച്ചുവെന്ന് CBCI വക്താവ് പറഞ്ഞു. This is very unfortunate, and CBCI condemns all these types of attacks on Christians. These all few fringe elements, these anti-national elements, they do all these things, and every year during just before the Christmas, during the Christmas week, all these type of attacks take place, and they are increasing year by year. So it is a matter of great concern. CBCI condemns all these types of attacks and appeals for peace. We have today already, I have issued a press release, and another organization also, we have appealed to our union, Honorable Union Home Minister Shri Amit Shah ji, to look into this matter and take appropriate actions. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, CBCI ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ നിന്നുള്ള മെത്രാന്മാരടക്കം ഈ ജോർജ് കുര്യൻ വിളിച്ച ആ ചടങ്ങിൽ പങ്കെടുത്തു. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. CBCI വക്താവ് എന്താണ് പറയുന്നത്? ഈ വിഷയത്തിൽ CBCIയുടെ ഒരു നിലപാടെന്താണ്? അജയ്, എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CBCI ഇന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ കൃത്യമായി തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അപലപിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ആശങ്കയിലാണെന്ന് പറഞ്ഞാൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ പ്രത്യേകിച്ച് വിവിധ സഭകളിലെ 7ഓളം സഭകളിലെ ബിഷപ്പ്മാർ പങ്കെടുത്ത ഒരു ക്രിസ്മസ് വിരുന്ന് ജോർജ് കുര്യന്റെ വസതിയിൽ ഇന്നിപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ എത്തിയവയാണ് CBCIയുടെ വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് നമ്മോട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രത്യേകിച്ച് ചില ദേശവിരുദ്ധരായിട്ടുള്ള ചില മനുഷ്യർ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ കാഴ്ചവെക്കുകയാണ്. അതിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം. പ്രത്യേകിച്ച് ജബൽപൂരിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് BJPയുടെ നേതാക്കൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഇപ്പോൾ CBCI ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിൽ സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, ഷോൺ ജോർജ്, അതോടൊപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനം, ടോം വടക്കൻ അടക്കമുള്ള BJPയുടെ നേതാക്കളും ഇന്നത്തെ ഈ ക്രിസ്മസ് രാവിലെ അല്ലെങ്കിൽ ഈ ക്രിസ്മസിന്റെ ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ വിവിധ സഭകളുടെ ക്രിസ്ത്യൻ സഭകളുടെ അധ്യക്ഷന്മാർ ഉൾപ്പെടെ വിവിധ പുരോഹിതന്മാരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഒഡീഷ, രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിലാണ് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിവരങ്ങൾ നൽകിയത്.